അത്യാവശ്യം കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ കരുതിയിരുന്നു. രാവിലെ അതും കഴിച്ച് ഓരോരുത്തരായി പരിചയപ്പെടാനിറങ്ങി. ഈ ട്രെയിനിലെ 2 ബോഗി മുഴുവൻ ഞങ്ങളുടെ കൂടെ ഡൽഹിയിലേക്ക് വരുന്നവരാണ്. പല ജില്ലകളിൽ നിന്നുള്ളവർ. അതിൽ വളരെ ചുരുക്കം ആളുകളെ മാത്രമാണ് ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടത്. വരുന്നവരെ എനിക്ക് ഈ കൂട്ടത്തിൽ ആകെ പരിചയമുള്ളത് മിതുവേട്ടന് മാത്രമായിരുന്നു. മിതുവേട്ടന് പിന്നെ ഇതിൽ പലരെയും പരിചയമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആളുകളെ ഇടിച്ചു കയറി പരിചയപ്പെടുന്നതിലും സൗഹൃദം സ്ഥാപിക്കുന്നതിലും അയാൾക്കൊരു പ്രത്യേക കഴിവാണ്. അങ്ങനെ ഈ ഒരു ദിവസം ഓരോരുത്തരെയായി ഞങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടേയിരുന്നു. ഡൽഹിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയുടെ ദൂരം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇവർ ഓരോരുത്തരുമായുള്ള സൗഹൃദം കൂടിക്കൊണ്ടേയിരുന്നു. ഡൽഹിയിലേക്ക് ട്രെയിനിലാണ് യാത്ര എന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞിരുന്നത് 2 ദിവസം ട്രെയിനിലിരിക്കേണ്ട മടുപ്പും ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെയായിരുന്നു. എന്നാൽ ഞങ്ങളുടെ യാത്രയിലെ ഈ ട്രെയിനിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദിവസങ്ങളായിരുന്നു ഏറ്റവും മനോഹരം. പാട്ടും കഥയും ഡാൻസും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒച്ചപ്പാടും ബഹളവും അങ്ങനെ ഉത്സവമേളമായിരുന്നു ഞങ്ങളുടെ ഈ ഒരു യാത്ര. ട്രെയിനിൽ ചില പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ ഒരു 10 മിനിറ്റൊക്കെ നിർത്തിയിടുമ്പോൾ ഞങ്ങളിടയ്ക്ക് വെറുതെ ഇതുപോലെ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ഈ പേര് കൊണ്ട് മാത്രം കേട്ട ഭോപ്പാലും നാഗ്പൂരും ആഗ്രയും വിജയവാഡയൊക്കെ കയറിറങ്ങിയെന്നെങ്കിലും പറയാലോ. രാത്രി വൈകി കിടന്നതിന് ക്ഷീണമൊന്നുമില്ലാതെ രാവിലെ ഞാൻ എഴുന്നേറ്റു. പലരും ഉറക്കത്തിൽ തന്നെയായിരുന്നു. ഇനിയുള്ള 2 ദിവസത്തെ കുളിയൊക്കെ ഇങ്ങനെയാണ്. അത്യാവശ്യം കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ ഞങ്ങൾ കരുതിയിരുന്നു. രാവിലെ അതും കഴിച്ച് ഓരോരുത്തരായി പരിചയപ്പെടാനിറങ്ങി. ഈ ട്രെയിനിലെ 2 ബോഗി മുഴുവൻ ഞങ്ങളുടെ കൂടെ ഡൽഹിയിലേക്ക് വരുന്നവരാണ്. പല ജില്ലകളിൽ നിന്നുള്ളവർ. അതിൽ വളരെ ചുരുക്കം ആളുകളെ മാത്രമാണ് ഞങ്ങൾ ഇന്നലെ പരിചയപ്പെട്ടത്. വരുന്നവരെ എനിക്ക് ഈ കൂട്ടത്തിൽ ആകെ പരിചയമുള്ളത് മിതുവേട്ടന് മാത്രമായിരുന്നു. മിതുവേട്ടന് പിന്നെ ഇതിൽ പലരെയും പരിചയമുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആളുകളെ ഇടിച്ചു കയറി പരിചയപ്പെടുന്നതിലും സൗഹൃദം സ്ഥാപിക്കുന്നതിലും അയാൾക്കൊരു പ്രത്യേക കഴിവാണ്. അങ്ങനെ ഈ ഒരു ദിവസം ഓരോരുത്തരെയായി ഞങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടേയിരുന്നു. ഡൽഹിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയുടെ ദൂരം കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ഇവർ ഓരോരുത്തരുമായുള്ള സൗഹൃദം കൂടിക്കൊണ്ടേയിരുന്നു. ഡൽഹിയിലേക്ക് ട്രെയിനിലാണ് യാത്ര എന്ന് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞിരുന്നത് 2 ദിവസം ട്രെയിനിലിരിക്കേണ്ട മടുപ്പും ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെയായിരുന്നു. എന്നാൽ ഞങ്ങളുടെ യാത്രയിലെ ഈ ട്രെയിനിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ദിവസങ്ങളായിരുന്നു ഏറ്റവും മനോഹരം. പാട്ടും കഥയും ഡാൻസും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒച്ചപ്പാടും ബഹളവും അങ്ങനെ ഉത്സവമേളമായിരുന്നു ഞങ്ങളുടെ ഈ ഒരു യാത്ര. ട്രെയിനിൽ ചില പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ ഒരു 10 മിനിറ്റൊക്കെ നിർത്തിയിടുമ്പോൾ ഞങ്ങളിടയ്ക്ക് വെറുതെ ഇതുപോലെ ഇറങ്ങുന്നുണ്ട്.